ലാലേട്ടനെ പോലെ ഒരു സൈഡ് ചരിഞ്ഞിട്ടുള്ള വരവ് കണ്ട. ഞാനേ വർക്കിന് പോണത് കൊച്ചിക്കാണ്. അപ്പോൾ കൊച്ചിക്ക് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈപ്പിൽ നിന്ന് നേരെ റോറോ എടുത്തിട്ട് അപ്പുറത്തേക്ക് പോകാം. പ്രത്യേകിച്ച് വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ കറങ്ങി ചുറ്റി പോകേണ്ടതുണ്ട്. അതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ വന്നപ്പോഴേക്കും ഒരു റോറോ അപ്പുറത്തേക്ക് എടുത്തിട്ടാണ്. ഇനി കുറച്ച് നേരം വെയിറ്റിംഗ് ആണ്. മഴ മാറിയിട്ട് വെയിൽ വന്നപ്പോൾ തന്നെ ഉടുക്കത്ത്. ബൈക്കിന് 10 രൂപ കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്കും വൈപ്പിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്നതിന്. 1 സൈഡാണ് 10 രൂപ. പിന്നെ വന്നിട്ട് കാൽനടക്കാർക്ക് 3 രൂപയാണ് ടിക്കറ്റ് ഈടാക്കുന്നത്. ലാസ്റ്റ് ബൈക്കാണ്ട ആ കയറുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് ബൈക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ആയി പോട്ടെ. നമ്മളെ പിന്നെ അടുത്ത വണ്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് ഈ റോഡ് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ അതിനേട്ടാ നമുക്ക് പോകാൻ പറ്റുള്ളൂ. 2 റോറോ സർവീസാണ് നിലവിൽ സർവീസ് നടന്നത് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളാണ് കേട്ടോ. പ്രത്യേകിച്ച് വൈപ്പിനിൽ നമ്മൾ ജങ്കാറ് നിൽക്കുമ്പോൾ ഈ കാണുന്നത് ജലമെട്രോ ഉണ്ട്. തൊട്ടടുത്ത് വൈപ്പിൻ സ്റ്റാൻഡും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. ലാലേട്ടനെ പോലെ ഒരു സൈഡ് ചരിഞ്ഞിട്ടുള്ള വരവ് കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു യാത്ര മഴക്കാലത്ത് കുറച്ച് ദുഷ്കരമുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് കയറുന്ന ആളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഞെട്ടാനുള്ള ഒരു കാഴ്ചയും കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ വൈപ്പിൻകാരെ സംബന്ധിച്ച് ഈ ഒരു യാത്ര ഒരു ഫീൽ തന്നെ ഉണ്ടാവും. ഈ ആളുകളും വണ്ടികൾ ഇറങ്ങിയതിന് ശേഷം ഇവിടുന്ന് ആദ്യം കാർ കയറ്റും, പിന്നെ ബൈക്ക് കയറ്റും, പിന്നെയാണ് ആളുകൾ കയറുന്നത്. പക്ഷേ ആളുകൾ അതിന് മുമ്പ് കിടച്ചേറോട്ടും. വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നുമില്ല കേട്ടോ. അതിനകത്ത് മാക്സിമം ഒരു 10 പേർക്ക് ഇരിക്കാവുന്ന സൈഡ് സീറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന് ഇടയിലാണ്ട ഈ ഒരു മനോഹര കാഴ്ച കണ്ടത്. അച്ഛനും മക്കളും കൂടി നിന്നിട്ട് പ്രാവിന് കപ്പലിന് ഇട്ട് കൊടുക്കുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പോൾ ഇത്തരം അടിപൊളി കാഴ്ചകളും ഇതിൻ്റെ ഭാഗത്തോടെ കാണാം. ഇന്ന് വലിയ വണ്ടികൾ കുറവാണ്. മാക്സിമം ബൈക്കുകളാണ് കയറിക്കൊണ്ടിരിക്കണം. ഇത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കണ്ട് ഈ സംഭവം എടുക്കും. എന്തായാലും വലിയ തിരക്കില്ല, പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട്. ഇനി വേറെ സംഭവം കാണിച്ചാലാ. ഇത് എവിടെ നിന്നാ ഓടിക്കണം കാണിച്ചാൽ. ഇതിനകത്ത് നിന്നിട്ട് ആ ഉള്ളി ഇത് ഓടിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് കൺട്രോളിങ്ങും ഇവിടെ നിന്നാണ്. കൊച്ചി ഷിപ്പ്യാർഡിൽ പണിതാണ്ടോ 2017. ശരിക്കും ഈ റോറോ ഓടിക്കുന്നത് കുറച്ച് റിസ്ക് ആണ്. ഇതുപോലുള്ള കൊച്ചു വഞ്ചിക്കാരും ബോട്ടുകാരും കപ്പലൊക്കെ പോകുന്ന ഒരു ചാലാണിത്. അപ്പോൾ പ്രത്യേകിച്ച് റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ കരയിലുണ്ടാകുന്ന പോലെ തന്നെ ട്രാഫിക് ബ്ലോക്കുകൾ ചിലപ്പോൾ ഈ ഒരു വെള്ളത്തിലും കാണാൻ സാധിക്കട്ടോ. ഈ ഹോൺ മുഴക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആ ബോട്ടുകാരും വണ്ടി എടുത്തോട്ടാ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. ഹോൺ അടിച്ചിട്ട് മൈൻഡ് ചെയ്യണ്ടായിട്ടാ. ലാസ്റ്റ് നമ്മുടെ ഡ്രൈവർ അതേ ഹോൺ അടിച്ച് പറപ്പിച്ച അവന്മാർ ഓടിച്ച്. നല്ല കാറ്റുണ്ടോ ശരിക്കും, നല്ല ഓളം കിട്ടുന്നതാണ്. ഇതാണ്ടോ കൊച്ചിയിലെ ആസ്പിൻ വാൾ. ഇതൊരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. ഇത് നമ്മൾ പണ്ട് ബിനാലയുടെ ഭാഗമായിട്ട് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. കൊച്ചി വിഹിത ഒരുപാട് സിനിമകളിലും ഈ ആസ്പിൻ വാൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റുള്ള യാത്ര കേട്ടോ. വൈപ്പിൽ നിന്ന് കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്കും. നേരത്തെ കൊച്ചിക്ക് പോയ ആ ഒരു റോറോ ഇപ്പോഴേ വൈപ്പിനിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. ശരിക്കും ഇത് ആടിയില്ലെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതിനകത്തൊരു യാത്രയുടെ ഒരു എക്സ്പീരിയൻസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ടോ. അല്ലെങ്കിൽ സ്റ്റാൻഡിൽ നിൽക്കുന്ന ബൈക്ക് ആരെങ്കിലും മേത്തൊക്കെ വീഴും. കാരണം അത്രയ്ക്കും ഇളക്കം വരുന്നിട്ടാ ആ ഒരു തിരയുടെ ഒരു ഇത് കൊണ്ടിട്ട്. അങ്ങനെ നമ്മൾ കൊച്ചിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇതുവരെ റോറോ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വൈപ്പിൽ നിന്ന് ഫോട്ടോ വെച്ചിന്ന് വൈപ്പിനിലേക്കോ നേരെ പോന്നോട്ടോ.